ഹായ് ഫ്രണ്ട്സ്, കുട്ടിച്ചപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ മിക്കവരും കഴിച്ചിട്ടുള്ളതും അതുപോലെ നമുക്ക് മിക്കവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷായിരിക്കും ചില്ലി ചിക്കൻ. അപ്പോൾ ചില്ലി ചിക്കൻ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡോ ചൈനീസ് റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതെല്ലാം ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്തതാണ്. പറഞ്ഞ ആവശ്യമില്ല, നേരെ വീഡിയോയിലേക്ക് പോകും. ഫ്രണ്ട്സ്, നമുക്ക് ചില്ലി ചിക്കൻ റെഡി ആക്കാനായിട്ട് ആദ്യം തന്നെ ചിക്കനിലൊന്ന് കോട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഏകദേശം ഒരു 1/2 കിലോ ചിക്കനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബോണുള്ള ചിക്കൻ തന്നെയാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് യൂസ് ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. ഇനി അതിലേക്ക് ഞാൻ ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള കോൺഫ്ലവർ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പിക്ക് ഞാൻ കോൺഫ്ലവർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി അളവിൽ കോൺഫ്ലവറും പകുതി മൈദയും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള ഉപ്പും കുരുമുളകുമാണ്. പിന്നെ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ സോയാ സോസും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ ഉപ്പ് ആഡ് ചെയ്യാവൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റെസിപ്പിയിൽ ഉപ്പ് കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്ര ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ കോൺഫ്ലോർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മിക്സർ ചിലപ്പോൾ നല്ല രീതിയിൽ ടൈറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ വീഡിയോ കാണുന്ന ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് ഒരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കുക. ഇനി നമുക്ക് ഈ മാറ്റിച്ച ചിക്കനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള റിഫൈൻഡ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്തത്. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് റിഫൈൻഡ് ഓയിൽസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. മാക്സിമം വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ചൈനീസ് കുക്കിങ്ങിന് എപ്പോഴും നമ്മൾ റിഫൈൻഡ് ഓയിൽസാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ എണ്ണ നല്ല ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും നല്ല ചൂടായതിനു ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ പതുക്കെ മീഡിയം ഫ്ലെയിമിലോട്ടും വെച്ച് കുക്ക് ചെയ്തെടുക്കുക. മാക്സിമം തമ്മിൽ ഒട്ടാത്ത രീതിയിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നല്ല രീതിയിൽ കളറായും നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കെല്ലാം ഒന്ന് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഗ്രേവി ഒന്ന് സെറ്റാക്കി എടുക്കണം. അത് നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മളെ പാനിൽ കുറച്ച് നമ്മളെ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ബൾബും ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്ര ആഡ് ചെയ്ത് നന്നായിട്ട് രീതിയിലൊന്ന് സോത്ത് ചെയ്തെടുക്കുക. പിന്നെ എപ്പോഴും നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോലെ തന്നെ ചൈനീസ് കുക്കിംഗ് ചെയ്യുമ്പം എപ്പോഴും ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരിക്കലും ഓവർ കുക്ക് ചെയ്യരുതൊന്നും. ശരിക്കും നമ്മൾ ചൈനീസ് കുക്കിംഗ് വോക്കിലാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മിക്കവരും കണ്ടുണ്ടായിരിക്കും വോക്കിൽ ഇങ്ങനെ ടോസ് ചെയ്ത് ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ശരിക്കും വോക്കിലാണ് ചെയ്യേണ്ടത്. എനിക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ നോർമൽ നോൺ സ്റ്റിക്ക് പാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനകത്തേക്ക് ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ച് സവാളയും ക്യാപ്സിക്കമാണ്. ഇതൊന്നും ഒരിക്കലും ഓവർ കുക്ക് ചെയ്യരുത്. നമുക്ക് ചെറിയ രീതിയിലൊന്ന് ബൈറ്റ് ഇടുന്ന രീതിയിൽ മാത്രമേ കുക്ക് ചെയ്യാവൂ. പിന്നെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സോസാണ്. നമ്മുടെ ടൊമാറ്റോ സോസ്, ഗ്രീൻ ചില്ലി സോസും അതുപോലെ തന്നെ സോയ സോസുമാണ്. പിന്നെ ആവശ്യമുള്ള വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒന്ന് തിളച്ച് വരുന്നവരെ. അപ്പോൾ ആ സമയത്ത് കുറച്ച് സോൾട്ടും പെപ്പറും ഇട്ടൊന്ന് നമ്മൾ ടേസ്റ്റ് ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്ത് റെഡിയാക്കുക. പിന്നെ ഉപ്പ് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആഡ് ചെയ്ത മിക്ക സോസസിലും ഉപ്പുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ ആഡ് ചെയ്യാവൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ കറി ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ കോൺഫ്ലോർ സ്ലറിയാണ് യൂസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിന് 2 ടേബിൾ സ്പൂൺ വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ചില്ലി ചിക്കൻ പൊതുവെ കുറച്ച് ഡ്രൈ പ്രിപ്പറേഷനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഡ്രൈ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവർക്കും എന്തായാലും വീട്ടിൽ നല്ല ടേസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഒരു സെർവിങ് ബൗളിലേക്കൊന്ന് മാറ്റാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാകുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ചില്ലി ചിക്കൻ വീട്ടിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതായിരുന്നു കമൻറ്റ് ചെയ്തേക്കും. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോസ് ഇനിയും വരുന്നതാണ്. അതുവരേക്കും ക്യാമറയോടൊപ്പം ഇറ്റ്സ് മീ ആകാശ് സൈനിങ്.